ഹലോ ഗൈസ്, ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ വോട്ടർ ഐ ഡി എടുത്തുകൊണ്ട് ഞാൻ പെരിയുന്ന നേരെ പുറത്തിറങ്ങി. അങ്ങനെ അയാബൂസിൻ ചാട്ടാക്കി 100-110 വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് വട്ടം കറങ്ങണ കയറ്റുമ്പോൾ വട്ടം കറങ്ങി നൊസ്റ്റാൾജി അടിച്ച് വോട്ടർ ഐ ഡി എടുത്ത് ചിരിച്ച് കളിച്ച് ഞാൻ അങ്ങനെ പോളിംഗ് ബൂത്തിലെത്തി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് വോട്ടും ഇല്ല, എന്റെ കയ്യിൽ സ്ലിപ്പും ഇല്ല. അപ്പൊ പിന്നെ വോട്ടർ പട്ടികയിലുണ്ടോ എന്ന് അറിയാനുള്ള തെരച്ചിലായി. ആ നഗ്നമായ സത്യം ആശിക്കാണ് എന്നോട് പറഞ്ഞത്. വോട്ടുണ്ട് കാരണം സന്തോഷത്തിൽ കുഞ്ഞുമോനെ കൈയെടുത്ത് പോകുന്ന നേരത്തെ തന്നെ വോട്ട് ചെയ്തു. നാട്ടിൽ നമ്മളെ ചെക്കന്മാരൊക്കെ ഭയങ്കര അങ്ങനെ ശിവേട്ടനോട് വിശേഷങ്ങൾ പറഞ്ഞു. ആദ്യമൊക്കെ ഇലക്ഷന്റെ തിരക്കിലാണ്. അപ്പോഴാണ് നമ്മളെ രാജുവേട്ടനെ കണ്ടത്. വോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അമിതാക്ക കൊടക്ക് വണ്ടി തരാൻ തീരുമാനിച്ചു. വോട്ട് ചെയ്താ 2 വോട്ടോ? അങ്ങനെ നമുക്ക് കള്ള വോട്ടാവില്ലേ? അല്ല, 2 വോട്ട് ചെയ്ത മനസ്സിലാവും. അപ്പോഴാണ് നമ്മളെ സാജുവിന്റെ എൻട്രി. തോൽക്കുന്നവർ തോൽക്കും, ആര് ജയിക്കും ആര് തോൽക്കുന്നു എപ്പോഴും പറയാം. നമ്മളെ ഫായ്മാണെങ്കിൽ ഫുൾ ടീമിനെ ഇറക്കിയിട്ടുണ്ട്. വോട്ടുണ്ടോ? ഇവൾക്ക് വോട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കും വോട്ടില്ല? നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ? ഈ സാധനം ഉണ്ടോ? ഇതുണ്ടെങ്കിൽ വോട്ട് ചെയ്യാം. അപ്പൊ എല്ലാരും വോട്ട് ചെയ്ത് വരിട്ടോ. മെറ്റിട്ടില്ല. അങ്ങനെ അയാബൂസി എടുത്ത് നമ്മളെ പോളിംഗ് ബൂത്തിൽ എത്തിയ പിന്നെ അവിടെ വണ്ടി സൈഡാക്കിയത്. അങ്ങനെ കാര്യപ്പെട്ട ആൾക്കാർക്ക് കൈയും കൊടുത്തിരിക്കുമ്പോൾ നമ്മളെ സജീർ ഭായിന്റെ പരിപാടി അങ്ങനെ സജീർ ഭായിന്റെ അഭ്യർത്ഥന മാനിച്ച് സബീറിന്റെ അടുത്ത് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി. അപ്പൊ ദാ മുന്നിൽ നമ്മളെ മൈമാലി സാറ് മുർഷിക്ക് കൈയും കൊടുത്ത് മുജീബാക്കി മുർഷിയും കൂടി ഭയങ്കര തെരച്ചില്ല. വോട്ട് ചെയ്യാണ്ടാവൂലേ? അങ്ങനെ സ്ലിപ്പും വാങ്ങി വോട്ടിംഗ് മെഷീനും കണ്ട് ഞാൻ അങ്ങനെ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക്. അപ്പോഴാണ് വിശേഷനെ കണ്ട് വിശേഷങ്ങൾ പറഞ്ഞു. പിന്നെ സെലിയാക്കാനെ കണ്ട് ഒരു സെൽഫി കണ്ടു. അങ്ങനെ നബീലും പരിചയപ്പെടുത്തി വോട്ടിംഗ് മെഷീൻ. അപ്പോഴാണ് നമ്മളെ റാഷിഖാനെ കണ്ട്. നമ്മളെ വ്ളോഗിനെ പറ്റി നല്ല അഭിപ്രായം. സ്നേഹസ്പർശനങ്ങളെ ഏറ്റുവാങ്ങി പോളിംഗ് ബൂത്ത് പോയി വോട്ടും ചെയ്ത് അയാബൂസി എടുത്ത് ഞാൻ അങ്ങനെ നേരെ നാട്ടിലേക്ക്. അപ്പോഴാണ് അൻസാറിന്റെ അഭിമുഖത്തിൽ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി നല്ല തണുത്ത പൈനാപ്പിൾ ജ്യൂസ് അങ്ങനെ അതും കുടിച്ച് എല്ലാവരും തലങ്ങും വെലങ്ങും ചൂടിനാണ് പ്രതിരോധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്താരാഷ്ട്ര ചർച്ചകൾ നടത്തുന്നത്. നമ്മളെ തിണ്ടുമ്പോൾ അന്താരാഷ്ട്ര വെടിവെപ്പ്. അപ്പൊ ദാ വരുന്ന വോട്ട് ചെയ്ത സന്തോഷത്തിൽ നമ്മളെ സജിമോൻ. അങ്ങനെ അവിടുന്ന് ഷിബുവിന്റെ പ്രത്യേക ക്ഷണപ്രകാരം കയ്യുമാക്കാൻ നല്ല ദമ്മിട്ട ബിരിയാണി ഉണ്ട്. അപ്പൊ ദാക്കണം പ്രദേശിന്റെ ചങ്ക് മുത്തുമണികള്. അങ്ങനെ ദമ്മിട്ട ചെമ്പായി നമ്മളെ ചെക്കന്മാരായി അബ്ബാസ് ഖാന്റെ നേതൃത്വത്തിൽ ബിരിയാണിന്റെ ചെമ്പാണ് പൊട്ടി. ജലീലാക്ക ചെക്ക് ചെയ്ത് ഫൈസൽ ഭായി എല്ലാവർക്കും വിതരണം ചെയ്തു. വാവ്ട്യാക്കാന്റെ കരങ്ങളിൽ നിന്നും സലാഡ് അച്ചാർ സാമിർപുറാണ് ഏറ്റുവാങ്ങി. അങ്ങനെ കനത്ത പോളിംഗിനിടയിലൂടെ കൈക്കുമ്പിളിൽ ഒരു ഇത്തിരി ചോറുമായി ഞാൻ അങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് ഉണ്ണിമോന്റെ ആഭിമുഖ്യത്തിൽ ഞാൻ കലാപരിപാടി അങ്ങനെ ആരംഭിച്ചു. ബ്രദേഴ്സിന്റെ ദമ്മിട്ട ബിരിയാണി അടിപൊളി. അങ്ങനെ പാത്രം മടക്കി കയ്യും കേക്കി പോകുമ്പോഴാണ് നമ്മളെ ചങ്ക് ഉനൈസാർ നമ്മൾ കണ്ടത്. നമ്മളെ ചങ്കിന് കയ്യും കൊടുത്ത് അവിടുന്ന് യാത്ര പറഞ്ഞ് നമ്മളെ ചെക്കൻ്റെ ജാഫർ ഭായിന്റെ ക്ഷണപ്രകാരം നമ്മളെ വാവ്ട്യാക്കാന്റെ വരി. കനത്ത പോളിംഗിനിടയിലൂടെ കയറി ചെന്ന് ജാഫർ ഭായിക്ക് കയ്യും കൊടുത്ത് നിറമനസ്സോടുകൂടി വാവ്ട്യാക്ക വിളമ്പി തന്ന ചോറും കൈകളിൽ എന്തി ഞാനും ജാഫർ ഭായി കൂടിയും കാര്യപരിപാടിയിലേക്ക് കടന്നു. പിന്നീട് അങ്ങോട്ട് കേരളം ഇന്നേ വരെ കാണാത്ത പോളിംഗ് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കരസ്ഥമാക്കാണ്ട് ദമ്മിട്ട ബിരിയാണി അടിപൊളി. ഒരു രക്ഷയില്ല, അടിപൊളി. ആർക്ക് കിട്ടിയില്ലെങ്കിലും ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞാണ് അതിന്റെ ശരി പറഞ്ഞതിൽ എനിക്കൊന്നും കൂട്ടാനും ഇല്ല കുറക്കാനും ഇല്ല. അങ്ങനെ സ്നേഹവും സൗഹാർദ്ദവും സന്തോഷം പങ്കുവെച്ച് ഞാൻ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി. അങ്ങനെ നമ്മളെ മാനുവിന്റെ ഒപ്പം നമ്മൾ അങ്ങാടിയിലേക്ക്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇലക്ഷൻ വരും പോവും, ബന്ധങ്ങളും സൗഹാർദ്ദങ്ങളും എന്നും നിലനിർത്തും, ജനാധിപത്യത്തിന്റെ മൂല്യത്തെ മുറുകെ പിടിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്യാം. ഓക്കെ, ബൈ ബൈ.